ये क्या है भाई? क्या है? शाही टुकड़े में हलवा है? വീഡിയോ എടുത്തിട്ട് പരിവഹിക്കാം. ടേസ്റ്റ് ഉണ്ടാ? കഴിച്ചു നോക്കാം, എന്ത് പാടെന്ന് അറിയില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ചാന്ദിനി ചൗക്കിലാണ് കേട്ടോ. ഇവിടെ കുറെ ഫുഡ് കോർട്ടുകളുണ്ട്. ജമാ മസ്ജിദ്, കരോൾ ഭാഗമൊക്കെ പോലെ തന്നെ ഇവിടെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. മെയിനായിട്ട് സ്വീറ്റ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടുക, മീൻ സ്വീറ്റ്സ് ആയിക്കോട്ടെ, ചിക്കൻ ഐറ്റംസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുന്നത് ഡൽഹിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഡൽഹി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. അടിപൊളിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വന്ന മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ചാന്ദിനി ചൗക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ആൻഡ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഒക്കെ, കാരണം നമ്മളിവിടെ ചാന്ദിനി ചൗക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതെന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെയാണ് ഞാൻ ഫസ്റ്റിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്തേക്കുന്നത്. ബിക്കോസ് മൂന്നാമത്തെ ദിവസമാണ് ഇതിൻ്റെ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ഗൈസ്. സോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്നേക്കുന്നത്. ജിഞ്ചർ ടീ ഇവിടുത്തെ ഫേമസ് ആണ്. ശരിക്കും ഒരു ഡൽഹിക്കാരുടെ ചായ അല്ല കേട്ടോ, ഇത് ശരിക്കും പഞ്ചാബീസിൻ്റെയാണ്. കാരണം നമ്മൾ ന്യൂഡൽഹിയിൽ ആഗ്രയിൽ നിന്ന് നേരെ ചെന്നത് ന്യൂഡൽഹിക്കായിരുന്നു. അവിടുന്ന് പഞ്ചാബീസിന്റെ മെയിൻ ഏരിയയിൽ മൊത്തത്തിൽ ജിഞ്ചർ ടീ ആയിരുന്നു. അവർ കംപ്ലീറ്റ്ലി ജിഞ്ചർ ടീ തന്നെയാണ് കുടിക്കുന്നത്. എനിക്ക് ജിഞ്ചർ ടീ വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്കിപ്പോൾ പനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്നെ കണ്ട പറയോ, നല്ല പനിയാണ്. നല്ല പനി പറഞ്ഞാൽ നല്ല പനി. സ്വത്തുക്കാക്കും പനി തന്നെയാണ്. ഓക്കെ, അപ്പം വിചാരിച്ചു ജിഞ്ചർ ടീ കുടിച്ച് മൂക്കടപ്പും ഇതൊക്കെ. ഗൈസ് നിങ്ങൾ ഈ കാണുന്ന വെയിലില്ല ഗൈസ്, ഈ വെയിൽ എന്ന് പറയുന്നത് ഇവിടെ സ്വർഗ്ഗമാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ചാവും, പക്ഷെ ഇവിടെ ഈ വെയിൽ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് ഗൈസ്. കാരണം മൂക്ക്, തല, ചെവി മുതൽ കാല് വരെ മൊത്തത്തിൽ എന്താ പറയുക, കഫം കാരണം അടഞ്ഞു കിടക്കാന്നറിയില്ലേ, അങ്ങനെയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കുടിച്ചെങ്കിൽ ശരിയാവും. ഓക്കെ ഗൈസ്. ആൻഡ് ഇവിടുത്തെ ജിഞ്ചർ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, കിഡിലനാണ് ഗൈസ്. ജിഞ്ചർ ടീ നോർമൽ ടീനേക്കാളും കുറച്ചുകൂടി ബെനഫിഷ്യൽ ആണ് ജിഞ്ചർ ടീ പറയുന്നത്. ആൻഡ് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ നല്ലതായതുകൊണ്ട് ഞാൻ കുടിക്കുവാണ് ഗൈസ്. ഇതാണ് ചാന്ദിനി ചൗക്ക് ഏരിയ പറയുന്നത് ഗൈസ്. കിഡിലനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് തെണ്ടലൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ലാസ്റ്റ് ദിവസം ഇന്ന് നൈറ്റാണ് നമ്മുടെ ട്രെയിന് നാട്ടിലേക്ക് പോകണം. നൈറ്റല്ല, വെളുപ്പിന്, ഇന്ന് വെളുപ്പിന്. അതായത് നൈറ്റ് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും, ചെക്കൗട്ട് ചെയ്യും, എന്നിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നാളെ നമ്മൾ ഉണ്ടാവില്ല ഗൈസ്. നല്ല സങ്കടമുണ്ട്, പറയാം, നല്ല സങ്കടമുണ്ട്. ഞാൻ ഇന്നേ വരെ ട്രിപ്പ് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെന്നുണ്ട് പറയാം. എനിക്ക് ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല, സത്യം പറയാലോ, അത്രയും കിടലാണ്. അങ്ങനെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ തെണ്ടി നടന്ന ഗൈസ്. അതിന് ശേഷം നമ്മളിതാ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. മീൻസ് ഓറഞ്ച് ഇല്ലേ, ഓറഞ്ച് പറയുമ്പം ഗ്രീൻ ഓറഞ്ച്, അതിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ്, മീൻസ് അവർ ജ്യൂസായിട്ടല്ല അടിക്കുന്നത്, ഒരു ലൈമ് പോലെ ഒക്കെ കേട്ടോ. കണ്ടോ, 2 പിള്ളേരാട്ടോ ഇത് ഉണ്ടാക്കണേ. പാവം കേട്ടോ, എനിക്ക് പാവം തോന്നി. കാരണം പഠിക്കേണ്ട ഒരു ഏജാണ് അവർ. അതെ, പഠിക്കേണ്ട ഏജിലാണ്. മീൻസ് നമ്മളൊക്കെ 8th-ലും 10th-ലും +2-ലൊക്കെ പഠിക്കേണ്ട സമയത്താണ് ഇവർ ഈ ഒരു ജോലി ചെയ്യണം. ഓക്കെ, ചെറിയൊരു കയ്പുണ്ട് കേട്ടോ ഇതിന്. അതായത് അതിൻ്റെ കുരുവൊക്കെ വന്നോണ്ടായിരിക്കും. ആൻഡ് ഇനി എനിക്ക് പനിക്കണോണ്ടായിരിക്കും കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെൽത്തിയാണ് ഗൈസ്. കാരണം പനിയൊക്കെ വരുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വിറ്റമിൻ സി ഈസ് ബെസ്റ്റ് ഫോർ ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഗൈസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പനിക്കുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതും കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടുത്തെ ഫോഗ് എന്ന് പറയുന്നത് അജാതി ഡേർട്ടി കൂട്ടിയാണ് ഗൈസ്. അജാതി അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം നമ്മൾ ന്യൂഡൽഹിയിൽ നിന്നാണ് നേരെ ഇങ്ങോട്ട് വന്നാൽ അവിടുത്തെ ഫോഗൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ രാത്രി ഇവിടുന്ന് ഫുഡ് അടിക്കാൻ പുറത്തിറങ്ങുമ്പോഴും നന്നായിട്ട് കൊള്ളും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒക്കെ ഇതുണ്ട് കേട്ടോ. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് എടുത്താണ് ഗൈസ് പോണത്. നിങ്ങൾ ഫസ്റ്റ് കണ്ടത് 3rd ഡേ, ലാസ്റ്റ് ദിവസത്തെ ക്ലിപ്പാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2ാമത്തെ ദിവസത്തെ ക്ലിപ്പാണ്. 2ാമത്തെ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ ഈ ദിവസം എനിക്ക് പനിയുള്ള ഒന്നുമില്ല ഗൈസ്. ഞാൻ വളരെയധികം ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് കൊഞ്ചൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്രാകരുത് ഗൈസ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ.
ഓക്കെ. എനിക്ക് വലിയ പ്രശ്നം എന്താണെന്നറിയോ, എൻ്റെ ഈ കൊഞ്ചല്, അലറല്, ഈ ചീറല്, എന്താ ഓവർ ക്യൂട്ട്നെസ് വാരി റിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രാക്ക് കിട്ടും എനിക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ പറ്റി ചിന്തിക്കാറുണ്ട് ഗൈസ്. ഞാൻ മാക്സിമം അടക്കി വെക്കാൻ നോക്കും, പക്ഷെ എന്നാൽ എൻ്റെ ഒറിജിനൽ സ്വഭാവം അങ്ങ് പുറത്ത് വരും. എൻ്റെ ക്യൂട്ട്നെസ് ഡാഷ് റിയൽ. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എന്നറിയാവോ? ചാന്ദിനി ചോക്കാണ്. ചാന്ദിനി ചോക്കിൽ ഇതാ ഇവിടെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, ഷൂ, സാൻഡൽസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടി. ഓ മോനെ, ഓ മോളെ, മക്കളെ എല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാവരെയും കൂടി വിളിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ഏരിയാസ് ആണ് കേട്ടോ. ഇവിടെ ചെരുപ്പ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഏരിയാസ് ആണ്. ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ ജിഞ്ചർ ടീ കഴിച്ചില്ലേ, അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് പറയുന്നത് ഡ്രസ്സ്, അങ്ങനത്തെ ഒക്കെ ഏരിയാസ് കേട്ടോ. ആൻഡ് ഗൈസ് നമ്മൾ അടുത്ത ഐറ്റം, യമണ്ടൻ ഐറ്റം ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ കശകശ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് എനിക്ക് കിട്ടണില്ല ആ സാധനം. ഇത് സ്വീറ്റ്സ് ആണോ സ്പൈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ്സും ആണ്, സ്പൈസിയാണ്, ചെറിയൊരു പുളിയും ഉണ്ട്. ആക്ച്വലി ഇതൊരു സ്നാക്കിലേക്ക് ഒരു വെറൈറ്റി തൈര് എന്തോ ആഡ് ചെയ്ത സംഭവമാണ് ഗൈസ്. പക്ഷെ ഞാൻ കണ്ട ആ വീഡിയോയ്ക്ക് അകത്ത് ആ പാപ്പൻ ഇതുപോലെ ആ ചോന്ന സാധനമില്ലേ, ചോന്ന സോസ് പോലത്തെ എന്തോ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആ സാധനം അതിൽ ഒഴിക്കണില്ല. അത് പ്യൂർ വൈറ്റ് ആണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഇവരെ ഒഴിച്ചിട്ടുണ്ട്. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ വായി വെക്കാൻ കൊള്ളില്ല. 10 പൈസ ഗൈസ്. അവനാന്റെ റിസ്കിൽ വാങ്ങി കഴിക്കുക, അത്രേ ഉള്ളൂ. മൊത്തം വലിച്ചെറിഞ്ഞേക്കാ 70 റുപ്പീസ് വെള്ളത്തിലായി. നമ്മളിപ്പോ മെട്രോ സ്റ്റേഷൻ തപ്പിക്കൊണ്ടിരിക്കട്ടോ. ശരിക്കും ഏത് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങിയ? ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ നേരെ പോയേക്കണതല്ല, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഡാം പ്രോമിസ്, ബിക്കോസ് 100,000% പ്രോമിസ് ആണ് ഗൈസ്. കാരണം ഇതെന്ന് പറയുന്നത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇല്ലാതെ ഞാനില്ല. എൻ്റെ അത്രയും ഫേവറേറ്റ് ആണ് കേട്ടോ പൊട്ടാറ്റോ വെച്ച് എന്തായാലും ഞാൻ കഴിക്കും ഗൈസ്. എൻ്റെ അത്രയും ഫേവറേറ്റ് ആണ്. ആൻഡ് ഇത് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മീൻസ് പൊട്ടാറ്റോസ് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് മീൻസ് വിത്ത് പീൽ ആ തോലടക്കം ഉണ്ട് കേട്ടോ. അതിനകത്ത് സോൾട്ട്, പെപ്പർ മാത്രം ആഡ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീൻസ് ലൈക്ക് ഫ്രഞ്ച് ഫ്രൈസ്. നല്ല ഹൈജീൻ ഉണ്ട് അവരുടെ ഫുഡ്. ആൻഡ് ഗൈസ് ഞാൻ കഴിച്ചു നോക്കി, കിഡിലനാണ്. നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഡൽഹിയിലത്തെ ഫുഡ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം എല്ലാവരും കഴിക്കും ഗൈസ്. കാരണം ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വെറും വയറ്റിലാണ് കഴിക്കണേ. അതായത് നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയ വേറെ ചായ കുടിച്ചായിരുന്നു കേട്ടോ. മീൻസ് ജിഞ്ചർ ടീ കുടിച്ചില്ലേ, അത് ജിഞ്ചർ ടീ അല്ല, ഒരു ചായ കുടിച്ചു റൂമിൻ്റെ താഴേന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ട് മറ്റേ വൃത്തികെട്ട സാധനം എല്ലാ പ്ലേറ്റിൽ തന്ന ആ സ്വീറ്റ് അത് കഴിച്ചു. അത് കഴിച്ചിട്ടില്ല, വലിച്ചെറിഞ്ഞു ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട്. പിന്നെ നേരെ കഴിക്കുന്നത് ഇതാട്ടോ. ഗ്യാസൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താണ്ട് ഒരു കിഡിലൻ ഇതാളെ കിഡിലൻ ടേസ്റ്റ് ആണ് ഗൈസ്. ഇവിടുത്തെ മീൻസ് എല്ലായിടത്തും കിട്ടുന്ന ഐസ്ക്രീം പോലെ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ കുറച്ചുകൂടി ലെയേർഡായിട്ട് കിട്ടും കേട്ടോ. മീൻസ് കുറച്ചുകൂടി ഹൈറ്റിലാണ് ഇവർ ഫില്ല് ചെയ്യുക. എല്ലാ കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട്. കുറേ സ്വീറ്റ്സ്. ഡൽഹിക്കാർ പറഞ്ഞു മെയിൻ സ്വീറ്റ്സിൻ്റെ ആൾക്കാരാട്ടോ. എനിക്ക് സത്യം പറയാല്ല, എനിക്കൊന്നും ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്വീറ്റ്സ് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സിനോട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടേ പോലും ഒരു ലിമിറ്റ് ഉണ്ട് എനിക്ക് കഴിക്കണേന്. പക്ഷെ ഇവർ കഴിക്കണുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടു കേട്ടോ. മീൻസ് ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡാണ് ഇവർ മീൻസ് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന. ഡയബറ്റീസ് ഒന്നും വലിയ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? ഇവിടെ സരസ്വതി പൂജയാണ്. സരസ്വതി പൂജയോട് അനുബന്ധിച്ച് കേസരി വിതരണം ചെയ്യാണ് അമ്പലത്തിന്റെ ആൾക്കാർ കേട്ടോ. അവിടെ ആ ചേട്ടന്മാർ കൂടെ നിന്നില്ല, അവരെ ഒഴിവാക്കി ആ ചേട്ടൻ എന്നെ വിളിച്ച് എനിക്ക് തന്നു ഗൈസ്. ലേഡീസ് ഫസ്റ്റ്.
അതാണ് അത് മുഖ്യം ബിഗിലെ. അങ്ങനെ മീൻസ് അങ്ങനെ ആ ചേട്ടൻ എന്നെ വിളിച്ച് എനിക്ക് ആദ്യം തന്നു കേട്ടോ. ഞാൻ നല്ല ബേക്കിലായിരുന്നു. അപ്പോൾ ആ മീൻസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ റവ കേസരിയാണ് കേട്ടോ. മീൻസ് അമ്പലത്തിലത്തെ ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 2 വട്ടം മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷുഗറൊക്കെ കറക്റ്റിനായിരുന്നു കേട്ടോ, പാകത്തിനായിരുന്നേ. പിന്നെ ഗൈസ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോക്കകത്ത് ഷുഗർ ആൻഡ് സോൾട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഷുഗർ സോൾട്ട് വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്. ഞാൻ പച്ച കഴിക്കുകയാണ്, എനിക്കിത് പച്ച കഴിക്കണം പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആട്ടോ അത് സ്വീറ്റ് പൊട്ടാറ്റോ. മീൻസ് ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വരില്ലേ? എനിക്കാ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അത്ര വേണമെന്നുണ്ടെങ്കിലും കഴിക്കും. സ്വത്തുകാർക്ക് പെട്ടെന്ന് ഗ്യാസ് വരും. നോർമലി എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നുണ്ട്, ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വരും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല കഴിച്ച്. എനിക്ക് ഇത് മണ്ണിൻ്റെ അടി കിട്ടുന്ന സാധനങ്ങളോട് പ്രത്യേക ക്രേവിങ്സ് കൂടുതലാട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. നല്ല തന്നെയാണ്. കുറേ വൈറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് എല്ലാം വൈസ് കിഡിലനാണ് ഗൈസ്. ആൻഡ് പിന്നെ അത് പാൽക്കോവ എനിക്ക് തണുപ്പ് ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും സ്വീറ്റ്സ് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ മേടിക്കുന്നില്ല. സ്വത്തുക ഓൺലി. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇത് നോക്കി നിങ്ങൾ നൈറ്റിൽ ചാന്ദിനി ചൗക്ക് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഗൈസ് നമ്മൾ വീട്ടിൽ പോവില്ല. അത്രയും കിഡിലൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പൊടിപ്പൂര എക്സ്ട്രീം ലെവലാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹി വരണം ഗൈസ്. കിഡിലും ഇവിടുന്ന്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ഒരു 12:30-1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും റൂമിൽ കയറി വീട്ടിൽ കയറി സെറ്റാവും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഗൈസ്, നേരം വെളുക്കുന്ന വരെ ആൾക്കാരാണ് കേട്ടോ. നേരം വെളുക്കുന്ന വരെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത്. ഗാന്ധിജി കണ്ട വലിയ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, ഗാന്ധിജി കണ്ട ഇന്ത്യ എന്നൊക്കെ പറയില്ല, അതേപോലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഗൈസ് ആരും ഉറങ്ങാത്ത സിറ്റി ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിറ്റി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കണം. ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിലും എൻ്റെ ചുറ്റും നല്ല ഒച്ചയും ബഹളം വേണം. എനിക്ക് ഭയങ്കര ആ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആംബിയൻസ്, ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ആ ഒരു കണക്കിനാണ്, അത്തരം ഒരു അറ്റ്മോസ്ഫിയറാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ചാന്ദിനി ചൗക്കിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമത്തോട്ടോ, നമ്മൾ നിൽക്കണ ആ ഒരു ഏരിയത്തോട്ടോ, അതിൻ്റെ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊക്കെ ഈസിയാണ്. ഇവർ ഓംലെറ്റ് അടിച്ചിട്ട് ദാണ്ട പറാത്ത കണ്ടില്ലേ, ഇത് ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇവരുടെ ചപ്പാത്തീനെ. കാരണം ഇവരുടെ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവി തിക്കാണ്. നമ്മൾ നോർമലി കാണുന്ന കുറച്ച് ഡ്രൈ ആയിട്ട് വീർത്ത് വരുന്നതല്ലേ. ഇതെന്ന് പറയാൻ കണ്ടോ, ഇതാണ് ചപ്പാത്തി എന്നല്ല, പൊറോട്ട അങ്ങനെയൊക്കെ വേണമെന്നുണ്ട് പറയാൻ. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ്, കുറച്ച് സാലഡ് എല്ലാം കൂടി വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഒന്നും തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ സവാളയുടെ സാലഡ് ഉണ്ടോ, അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓംലെറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ഓംലെറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ല വിശന്നിരിക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് കഴിച്ചിട്ട് എന്ത് ചെയ്യാം, റൂമൊക്കെ പോവാം എന്ന് വിചാരിക്കുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ കഴിക്കണം കേട്ടോ. കാരണം ഇവിടെ നല്ല തണുപ്പല്ലേ. അപ്പം ചൂട് ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മലർത്തി അടിക്കും ഗൈസ്. അജ്ജാതി ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിക്കണം കേട്ടോ. ഇവിടെ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കേണ്ടിയിരിക്കുകയായിരിക്കും നല്ലത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. ഞാനാണെങ്കിൽ ക്യാപ്പ് എടുത്തിട്ടുമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മതി. ഓക്കെ, ഇതാണ് നമ്മൾ ഇതാക്കണ്ടോ. ഇവിടെ ഇപ്പോൾ രാത്രി ഏകദേശം ടൈം എന്ന് പറയുന്നത് 10:30 അപ്പം നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നേക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പനിയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാപ്പ് ഇട്ടിട്ടാണ് വന്നേക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒറിജിൻസ് ഉണ്ടാക്കുന്ന കിഡിലും ഫുഡാണ് ഗൈസ്. മീൻസ് ചപ്പാത്തി ചിക്കൻ കറി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ ഞെട്ടും ഗൈസ്, ഞെട്ടും. കാരണം നമ്മുടെ നാട്ടിലെ ചിക്കൻ കറി ഇല്ലേ, അതേ ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ഞാൻ കഴിച്ച് ഇവിടെ ഇത്രയും ദിവസം നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ചുമ്മാ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 2 പേർക്കും കൂടി ജസ്റ്റ് മീൻസ് ചപ്പാത്തി കുറച്ച് ഗ്രേവിയും കൂടെ മേടിച്ചതാണ്. എൻ്റെ പൊന്നു കിള്ളി പറന്ന ടേസ്റ്റ് കഴിച്ച്. ഇവിടെ വന്നിട്ട് ഇത്രയും ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കണം ആദ്യമായിട്ടാണ്. ഞാൻ നല്ല കഴിച്ചു കഴിച്ച്. കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. എന്നിട്ടും ഞാൻ കുറേ കഴിച്ചു കഴിച്ച്. അത്രയും ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മുടെ നാടുമായിട്ടൊരു ടച്ച് വരുന്ന ഫുഡ് കഴിച്ചത് ന്യൂഡൽഹിയിൽ നിന്നായിരുന്നു കേട്ടോ. അവിടെ മലയാളീസിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഊണ് കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കിട്ടിയപ്പോൾ കഴിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ.
ഇവിടുത്തെ ഫുഡാണെന്നുണ്ടെങ്കിലും കഴിക്കും, പക്ഷെ കിട്ടിയാൽ കഴിക്കും. ആ ഡിഫറൻസ് ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇവിടെ വന്നേക്കണത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നാട്ടിലത്തെ ഫുഡ് കഴിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിച്ച് ചിക്കൻ പീസൊക്കെ കഴിച്ച് വീണ്ടും പരത്തിച്ച് ചപ്പാത്തി വീണ്ടും. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ സൈഡിൽ വലിയൊരു ബെഞ്ചിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത്ര ആൾക്കാരുണ്ട്. ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഈ ബെഞ്ച് ഇട്ടേക്കണേ. കുറേ ചേട്ടന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ചേട്ടന്മാർ നല്ല വീച്ചിലാണ്. ഇവിടെ ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടല്ലോ, നമ്മുടെ റൈസല്ല, വേറൊരു റൈസില്ലേ ചോറ്, അതിൽ ഇവർ ചിക്കൻ ഗ്രേവി ഒക്കെ ഒഴിച്ച്, ബീഫുണ്ട്, മട്ടനൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. നിങ്ങൾ ചാന്ദിനി ചൗക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മസ്റ്റായിട്ട് കഴിക്കണേ. കാരണം നിങ്ങൾക്ക് ഇവിടെ കിട്ടാവുന്നതിൽ വെച്ചാൽ ഏറ്റവും നല്ല ഫുഡ് ഇതായിരിക്കും കഴിച്ച്. വയറ് നിറച്ച് ഉണ്ണാൻ പറ്റുന്ന കിഡിലും ഫുഡാണിത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കഴിക്കുക. ഇതാ കണ്ടോ, ഇതാ കണ്ടോ, ഇത്രയും തിരക്കണ്ടിട്ട് ഞങ്ങൾ കയറിയത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആ ചേട്ടൻ പേടിച്ച് കേട്ടോ. പേടിച്ചല്ല, മീൻസ് അവർക്ക് ഇഷ്ടാവാത്ത പോലെ ആയിരുന്നു. ബീഫ് ഉണ്ടാക്കിയതിനൊക്കെ വഴക്ക് നടക്കുന്ന ഒരു ഏരിയ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇത് കഴിച്ച് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ. പക്ഷെ എനിക്കിത് അത്ര ഹൈജീനായിട്ട് തോന്നണില്ല കഴിച്ച്. ഇത് ഗീ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു ഹൽവ, മീൻസ് ഒരു ഹൽവയാണ് കേട്ടോ ഇത്. ഗീ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് പറയണത്. എനിക്ക് കഴിച്ച് അൺഹൈജീനിക് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. എനിക്ക് കണ്ടിട്ട് കഴിക്കാനും തോന്നണില്ല, കാരണം ഓൾറെഡി വയറ് ഫുള്ളാണല്ലോ. ജസ്റ്റ് നിങ്ങൾ കണ്ടോക്കുക ഗൈസ്. ഇത് ആരെങ്കിലും കഴിച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇതാ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ആ പാപ്പനോട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അത്രേ ഉള്ളൂ ഗൈസ്.